ഇന്ന് എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പ് പോയ ദിവസമാണ്. ഒരിക്കലും വിചാരിക്കാതിരുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. യൂട്യൂബിൻ്റെ ഒരു ഫാൻ ഫെസ്റ്റ് മുംബൈയിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമാണ് ഫ്ലൈറ്റിൽ കയറണം എന്നുള്ളത്. ഞാനും അണ്ണൂൺ വാഴച്ചേട്ടനും നമ്മുടെ വിഷ്ണു പോർക്കുളവും പിന്നെ എപ്പിൾ കപ്പിൾസും നോയലും ഇത്രയും പേരാണ് ഒരുമിച്ച് ട്രിപ്പ് പോകുന്നത്. ഞങ്ങളിപ്പോൾ കൊച്ചിൻ എയർപോർട്ടിലാണ് ഉള്ളത്. ഇവിടെ വന്നിട്ട് ബോർഡിംഗ് പാസ് ഒക്കെ എടുക്കാനായിട്ട് എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. പിന്നെ ഞങ്ങൾ ബാഗിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കി നോയൽ വന്നിട്ടുണ്ട്. അവനും വ്ളോഗൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവരും വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കുഞ്ഞു ബാഗിൻ്റെ വെയിറ്റ് നോക്കി. ആദ്യമായിട്ട് എയർപോർട്ടിൽ വരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് എല്ലാവരും അതിനെപ്പറ്റി പറഞ്ഞു തന്നു. അങ്ങനെ എപ്പിക് കപ്പിൾസിലെ ചേട്ടനും ചേച്ചിയും വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഇതേ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. വാഴച്ചേട്ടൻ എന്നോട് പറയുന്നുണ്ട് വലതുകാലം വെച്ച് കയറണം, ആദ്യമായിട്ട് കയറുവാണെന്നൊക്കെ. അങ്ങനെ വലതുകാലൊക്കെ വെച്ച് ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ മുംബൈയിൽ ഞങ്ങൾ ഈ ഇവൻറ്റിന് പോകുന്ന പ്ലേസ് എല്ലാവർക്കും നല്ല ഫെമിലിയർ ആയിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ 1-2 മാസം എപ്പോഴും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വൈറലായിരുന്നു. നമ്മുടെ സ്വന്തം അംബാനിയുടെ ജിയോ വേൾഡ് കൺവെൻഷൻ സെൻ്ററാണ്. അവിടെ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിരുന്ന് അവിടുത്തെ ഇൻസ്ട്രക്ഷനൊക്കെ ആയിട്ട് എൻ്റെ പകുതി കിളിയും പറന്നു പോയായിരുന്നു. അത്യാവശ്യം മഴ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടർബുലൻസ് ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് വണ്ടി നല്ല ഷേക്ക് ആവുന്നുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് പോകാനായിട്ട് എറൗണ്ട് ഒരു 1 to 1.5 ഹവേഴ്സൊക്കെയാണ് എടുക്കുന്നത്. അങ്ങനെ ഞാനും വാഴച്ചേട്ടനും സിനിമയൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്ത് ചില്ലായാണ് പോയത്. അത്യാവശ്യം മഴയായിരുന്നു, എന്നാലും നമുക്ക് മോർണിംഗ് ടൈം ആയതുകൊണ്ട് ഒരുപാട് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ക്ലൗഡൊക്കെ നല്ല രീതിക്ക് മൂടിയാണ് കിടന്നിരുന്നത്. ഫസ്റ്റ് ടൈം കയറുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ വണ്ടിയൊക്കെ ടർബുലൻസിലൊക്കെ വീഴുമ്പോഴത്തേക്ക് എനിക്ക് അറിയത്തില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി ഞങ്ങൾ നേരെ താഴോട്ട് പോവാണ്. ഞാനിങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് പേടിച്ചാണ് ഇരുന്നത്. പക്ഷേ കാഴ്ചകളൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നുള്ളൊരു ഫീലായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്തും ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിലത്ത് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ച് ആശ്വാസമായത്. പിന്നെ ഞങ്ങൾ മുംബൈ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്നിനും ടൈം കിട്ടില്ല, നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങിന് പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് അവിടെ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, എയർപോർട്ടിന് പുറത്തോട്ട് പോയി. എയർപോർട്ട് നല്ല ഭംഗിയായിരുന്നു. മുംബൈ എയർപോർട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എയർപോർട്ട് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങൾക്ക് ലഗേജ് ഇല്ലായിരുന്നു, പക്ഷേ ചേട്ടനും ചേച്ചിക്ക് ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് കളക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ വരുന്നത് കാണാനായിട്ട് ഞങ്ങൾ അവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് നേരെ കൺവെൻഷൻ സെൻറ്ററിലോട്ട് എത്തി. ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഹിന്ദി യൂട്യൂബേഴ്സ് ആയിരുന്നു. അപ്പോൾ അവരൊന്നും എനിക്ക് അത്ര ഫെമിലിയർ അല്ല. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നടന്നിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട്. റീൽസൊക്കെ കാണാനായിട്ട് എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എൻ്റെ ഡ്രസ്സ് ഇൻസ്റ്റാഗ്രാം പേജിലുള്ള ഒരു ചേച്ചിയാണ് ചെയ്തിട്ടുള്ളത്. ആ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അണ്ണോൺ വാഴ്ചേൻ്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ സുഡിയോന്ന് എടുത്തിട്ട് സ്റ്റൈൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല രസമായിരുന്നു അവിടുത്തെ ഇവൻറ്റിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ തിരിച്ചും ഫ്ലൈറ്റിൽ തന്നെയാണ് പോയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. കൂടുതൽ ഫോട്ടോസും വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞങ്ങളെല്ലാവരും അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.